ഫെബ്രുവരിയിലെ കറണ്ട് അഫേഴ്സ് ആണ്. 38ാമത് ദേശീയ ഗെയിംസിനെ പറ്റി നോക്കാം. അപ്പോൾ 38ാമത് ദേശീയ ഗെയിംസിന് വേദിയായത് ഉത്തരാഖണ്ഡാണ്. 38ാമത് ദേശീയ ഗെയിംസ് വേദി എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡാണ്. ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത് മൗലി എന്നൊരു പക്ഷിയാണ് ഭാഗ്യചിഹ്നം. കേരളം 38ാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് 14ാം സ്ഥാനമാണ് കേരളത്തിൽ എത്തിയത്. ആദ്യത്തെ സ്ഥാനം എന്ന് പറയുന്നത് സർവീസസ് ആണ്. കേരളം 14ാമതും ആദ്യത്തെ സ്ഥാനം എന്ന് പറയുന്നത് സർവീസസുമാണ്. കേരളത്തിന് 3 സ്വർണ്ണമാണ് ലഭിച്ചത്. അങ്ങനെ 14ാം സ്ഥാനമാണ് കേരളത്തിന് ലഭിച്ചത്. കേരളത്തിന് വേണ്ടി മെഡൽ നേടിയ വനിതാ നീന്തൽ താരം എന്ന് പറയുന്നത് ഹർഷിത ജയറാമാണ്. വനിതാ നീന്തൽ താരമാണ് ഹർഷിത ജയറാം എന്ന് പറയുന്നത്. എന്നാൽ കേരളത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ മെഡൽ നേടിയത് സാജൻ പ്രകാശാണ്. അദ്ദേഹവും നീന്തൽ താരമാണ്. 38ാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ മെഡൽ നേടിയത് സാജൻ പ്രകാശാണ്. അദ്ദേഹം ഒരു നീന്തൽ താരമാണ്. ഇനി വരാൻ പോകുന്ന 39ാമത് ദേശീയ ഗെയിംസ് നടക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് മേഘാലയയാണ്. അപ്പോൾ 39ാമത് നടക്കാൻ ഉദ്ദേശിക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് മേഘാലയയാണ്. ഇനി നമുക്ക് 2024-25 രഞ്ജി ട്രോഫി ക്രിക്കറ്റ് മത്സരത്തിലേക്ക് വരാം. അപ്പോൾ കേരളം ഇപ്രാവശ്യത്തെ, അതായത് 2024-25 രഞ്ജി ട്രോഫിയിൽ കേരളം ഫൈനലിലെത്തി. ഗുജറാത്തിനെ പരാജയപ്പെടുത്തിയാണ് കേരളം ഫൈനലിലെത്തിയത്. സെമി ഫൈനലിൽ സെഞ്ചുറി നേടിയ മലയാളി എന്ന് പറയുന്നത് മുഹമ്മദ് അസറുദ്ദീനാണ്. സെമി ഫൈനലിൽ സെഞ്ചുറി നേടിയ മലയാളി മുഹമ്മദ് അസറുദ്ദീനാണ്. പക്ഷെ ഫൈനലിൽ തോറ്റുപോയി. വിദർഭയോടാണ് തോറ്റത്. അപ്പോൾ 2024-25 രഞ്ജി ട്രോഫി ക്രിക്കറ്റ് മത്സരത്തിന്റെ വിജയി എന്ന് പറയുന്നത് വിദർഭയാണ്. ഓക്കെ, ക്യാപ്റ്റൻ എന്ന് പറയുന്നത് സച്ചിൻ ബേബി ആയിരുന്നു. രഞ്ജി ട്രോഫിയുടെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് സച്ചിൻ ബേബിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ സർവകലാശാല എന്ന് പറയുന്നത് ത്രിഭുവൻ സഹകാരിയാണ്. സഹകരണ സർവകലാശാല അത്